നമ്മുടെ വ്യക്തി ജീവിതം അത് വളരെ സംശുദ്ധമായിരിക്കണം. ഒരിക്കലും ഒരു കടത്തോടുകൂടി നമ്മൾ മരിച്ചു പോകരുത്. അള്ളാഹു കാക്കട്ടെ. അതിനെന്ത് വേണം? അതിന് ഏറ്റവും വലിയ കാര്യം എന്താണ്? അത് അൽ ഖസ്ത് എന്ന് പറഞ്ഞാൽ മിതമായ ചെലവ്. മിതമായ ചെലവ് എവിടെയും. ഹോട്ടലിൽ കയറിയാൽ, ഞാൻ മുമ്പ് കാലത്ത് ചെറുപ്പത്തിൽ തേങ്ങ വിൽക്കാൻ പോകും വടകര. എൻ്റെ പറമ്പിലുള്ള തേങ്ങയൊക്കെ ബോടയാക്കിയിട്ട് അതും ഉണ്ടാവും. ചിലപ്പോൾ ഈ തൊഴിൽ പാലെന്നൊക്കെ ലോറിയിൽ തേങ്ങ വാങ്ങിയിട്ട് എൻ്റെ വീട്ടിൽ കൊണ്ടുപോയി സൂക്ഷിച്ചിട്ട് അത് പിന്നെ ബോടയാക്കിയിട്ടൊക്കെ വിൽക്കാറുണ്ട്. എൻ്റെ കുട്ടിക്കാലത്ത് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. ഞാൻ വെറും ഒരു മൊയിലാറായിട്ട് മാത്രം നടന്ന ആളല്ല. എല്ലാ കളിയും ഞാൻ കളിച്ചിരുന്നു. പക്ഷെ കളിയൊന്നും തെറ്റായ കളിയായിരുന്നില്ല കേട്ടോ. അപ്പോൾ എൻ്റെ ബാപ്പാൻ്റെ പ്രതിനിധിയായിട്ട് എൻ്റെ കുടുംബത്തിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കിയിട്ടുണ്ട്. അപ്പോൾ തേങ്ങ വിൽക്കാൻ പോകും. തേങ്ങ വിറ്റ് വന്നാൽ ഉപ്പാക്ക് കണക്കെല്ലാം കൃത്യമായിട്ട് കൊടുക്കണം, കൃത്യമായി കണക്ക് കൊടുക്കണം. അപ്പോൾ ചോറ് വെച്ച് എത്ര പൈസ എൻ്റെതാ അതിനെ കണക്ക് കൊടുക്കണം, ചായൻ്റെ കണക്ക് കൊടുക്കണം, ബസ്സിൻ്റെ പൈസേൻ്റെ കണക്ക് കൊടുക്കണം, എല്ലാ കണക്കും കൊടുക്കണം. ബസ്സിനാ പോവുക. അപ്പോൾ ബാപ്പ പറയും, എന്ത് ചായ കുടിച്ചാൽ, ഹോട്ടലിൽ കയറി ചായ കുടിച്ചാൽ വലിയ പൈസയാവും, അതുകൊണ്ട് നീ ചോറ് വെച്ചോ. ചോറ് തിന്നാൽ വിശപ്പടങ്ങുകയും ചെയ്യും. അന്ന് ആകെ ചോറിന് 2 റുപ്യ മതി. ഇപ്പൊ കുട്ടികൾക്ക് തമാശ തോന്നും. 2 റുപ്യ കൊടുത്താൽ നല്ല ചോറും കറിയും ഒക്കെ കിട്ടും. അതേ സമയത്ത് ആ ചോറിന്റെ കൂടെ ഒരു പൊരിച്ചം കൂടി വാങ്ങുകയാണെങ്കിലോ പൊരിച്ചതിന് ചിലപ്പോൾ 5 റുപ്യ കൊടുക്കേണ്ടി വരും. ചോറ്റിനാകെ 2 റുപ്യ. അപ്പൊ ബാപ്പാന്റെ വസീയത്ത് എന്താണ്? ബാപ്പാന്റെ വസീയത്ത് പൊരിച്ചത് നമുക്ക് പൊരേന്ന് കഴിക്കാം. കാരണം പൊരയിൽ മീൻ വാങ്ങിയിട്ട് പൊരിച്ചാൽ 5 റുപ്യ കൊണ്ട് എല്ലാവർക്കും കഴിക്കാനാവും. ഹോട്ടലിൽ നിന്ന് കഴിക്കുമ്പോൾ 5 റുപ്യ കൊണ്ട് ഒരു കഷ്ണം കിട്ടും. അത് തന്നെയാണെങ്കിലോ ചിലപ്പോൾ പൊരിച്ചയിൽ തന്നെ പിന്നെ ഇട്ട് 100 പ്രാവശ്യം ഇട്ട ഒരു എണ്ണയായിരിക്കും. അത് അപകടമായിരിക്കും വയറ്റിന്. അതുകൊണ്ട് പൊരിച്ചതങ്ങ് ഒഴിവാക്കിയിട്ട് ചോറ് എന്ത് ചെയ്യുക, സാധാ ചോറ് മാത്രം തിന്നുക. അപ്പോ ബാപ്പ 2 റുപ്യ അതിന് അനുവദിക്കുക. ആ 2 റുപ്യനെ നമ്മൾ ഉപയോഗിക്കുക. അതിൻ്റെ അപ്പുറം ഞാൻ ഉപയോഗിച്ചാൽ എന്ത് ചെയ്യേണ്ടി വരും? ഇപ്പുറത്ത് കള്ളത്തരം പറയേണ്ടി വരും. വിറ്റ പൈസയെന്ന് എന്തെങ്കിലും ഒന്ന് ഞാൻ തട്ടിപ്പാക്കേണ്ടി വരും. അല്ലെങ്കിൽ ബാപ്പാനോട് കളവ് പറയേണ്ടി വരും. അങ്ങനെ അല്ലല്ലോ. ബാപ്പാനെ കളവ് പറഞ്ഞ് ചതിച്ചിട്ടല്ലല്ലോ മക്കൾ ജീവിക്കേണ്ടത്. മക്കൾ ബാപ്പാനെയും ഉസ്താദിനെയും ചതിക്കുന്നവരെക്കാൾ യഥാർത്ഥത്തിൽ അതപ്പതിച്ചു പോകുന്നവർ വേറെ ആരാണ്? അപ്പൊ കൃത്യമായി സത്യസന്ധമായിട്ടാണ് നടക്കേണ്ടത്. അപ്പൊ അവിടെ കളവൊന്നുമില്ല, സത്യമായിട്ട് തന്നെ. അപ്പൊ ഞാൻ ഇപ്പോഴും എനിക്ക് ഓർമ്മയുണ്ട്, ഞാൻ കയറി ചോറ് നിന്നിരുന്ന ഹോട്ടലൊക്കെ എനിക്ക് ഇപ്പോഴും അറിയാം. അപ്പൊ ഞാൻ പറഞ്ഞത് അത് ബാപ്പാന്റെ ഒരു ശരിക്ക് കറക്റ്റുള്ളൊരു ജീവിതം. ആ കറക്റ്റ് ജീവിതം നയിച്ചുകൊണ്ട് തന്നെ ബാപ്പാന്റെ അടുത്ത് എപ്പോഴും സ്റ്റോക്ക് പൈസ ഉണ്ടാവും. എപ്പോഴും സ്റ്റോക്ക് പൈസ ഉണ്ട്. എനിക്കറിയാം നാദാപുരത്തൊക്കെ ഉള്ള ചില ആലിമ്യങ്ങൾ, അതൊക്കെ പറയുന്ന വലിയ ആലിമ്യങ്ങൾ ഉസ്താദ് ബാപ്പാന്റെ അടുത്ത് വന്നിട്ട് പൈസ വായ്പാം. അവർ കൃത്യമായിട്ട് കൊണ്ടു കൊടുക്കുകയും ചെയ്യും. അങ്ങനെ പലർക്കും ബാപ്പ കടം കൊടുത്ത് സഹായിക്കും. മറ്റുള്ള വിഷയത്തിലും ബാപ്പാനെ കൊണ്ട് കഴിയുമ്പോൾ സഹായിക്കും. ബാപ്പ നന്നായിട്ട് അധ്വാനിക്കും. പക്ഷേ പൈസ ചെലവഴിക്കുന്ന സ്ഥലത്ത് വളരെ കൃത്യത ഉണ്ടാവും. എങ്ങനെങ്കിലും ചെലവഴിക്കൂല, ദൂർത്തടിക്കൂല. നടന്നു പോകേണ്ടടുത്ത് നടന്നു തന്നെ പോകും. ബാപ്പാക്ക് കഷായം വാങ്ങാൻ വേണ്ടി നമ്മളെ റാഷിദ് ബുഖാരിന്റെ പുരൻ്റെ അടുത്ത് അവിടെ ഒരു മരുന്ന് പിടിയുണ്ട്, ഇരിങ്ങണ്ണൂർ. ആ ഇരിങ്ങണ്ണൂരെ കയറുമ്പോൾ ഇടത് ഭാഗത്തൊരു മരുന്ന് പിടിയുണ്ട്. ആ മരുന്ന് പീടികയിൽ 3 ദിവസം കഴിയുമ്പോൾ കഷായത്തിന്റെ കെട്ട് വാങ്ങാൻ പോണം. ഞാൻ രാവിലെ പുരന്ന് സുബഹി നിസ്കരിച്ച് നടക്കും. എന്നിട്ട് ഇരിങ്ങണ്ണൂരോളം നടക്കും. എന്നിട്ട് കഷായത്തിന്റെ കെട്ടും വാങ്ങി അങ്ങനെ തന്നെ ഇങ്ങോട്ടും നടക്കും. എനിക്ക് വലിയ സന്തോഷമാണ്. കാരണം ബാപ്പാന്റെ ഒരു ഹിദ്മത്തല്ലേ. നടന്നു പോയിട്ട് കഷായത്തിന്റെ കെട്ടുവായിക്കൊണ്ടിരും. ഒരു ദിവസം എനിക്കൊരു പൂതി ഉണ്ടായി. എന്താ പൂതി എന്നറിയോ? പെരിങ്ങത്തൂർ പാലം ഉണ്ടാക്കിയിട്ടുണ്ട്, അതൊന്ന് കാണണമെന്നൊരു പൂതി. പെരിങ്ങത്തൂരോളം നടന്ന് പാലവും കണ്ടിങ്ങ് പോന്ന്. അപ്പൊ ഞാൻ പറഞ്ഞെന്തറിയോ, നമ്മൾ കുട്ടിക്കാലത്തെ എൻ്റെ പ്രിയപ്പെട്ട മുതാലിമീങ്ങളുള്ള ഒരു സദസ്സാണ്, വിദ്യാർത്ഥികളുടെ സദസ്സാണ്. അതുകൊണ്ട് പറഞ്ഞ നമ്മൾ ആ രൂപത്തിൽ ജീവിച്ചാൽ നമ്മൾ അന്തസ് എവിടെയും പണയം വെക്കേണ്ടി വരൂല. നമുക്ക് എപ്പോഴും ഐശ്വര്യം ഉണ്ടാവും. ഏറ്റവും വലിയ ഐശ്വര്യം ഖസ്ദാൻ, അതായത് ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെട്ട് ജീവിക്കാൻ കഴിയുക, ചെലവ് ചുരുക്കുക. ആവശ്യമുള്ളത് ക്യാൻറ്റീനിലൊക്കെ നല്ല ഭക്ഷണമൊക്കെ കിട്ടും. ഈ ഭക്ഷണമൊന്നും മതിയാകുന്നില്ലെങ്കിൽ നമ്മളെ ഉസ്താദ്മാരോടൊക്കെ പറഞ്ഞാൽ ഒന്നുകൂടി ഉഷാറാക്കി തരും. അതുകൊണ്ട് നല്ല കല്യാണം പോലെ എല്ലാ ദിവസം ബിരിയാണി കഴിക്കാൻ വിചാരിച്ചാൽ അത് നടക്കൂല എന്ന് എല്ലാവർക്കും അറിയാലോ. അപ്പോൾ അത് പിന്നെ ആരോഗ്യത്തിനും കേടല്ലേ. അപ്പൊ ഞാൻ പറഞ്ഞെന്താണ്, അപ്പോ ഒത്ത ഭക്ഷണമൊക്കെ ക്യാൻറ്റീനൊക്കെ കിട്ടും. അതെവിടെയാലും മർക്കസിലായാലും എവിടെയാലൊക്കെ കിട്ടും, എവിടെന്നാലും കിട്ടും. അതിന്റെ പുറമെ അത്യാവശ്യം ഉണ്ടെങ്കിലേ നമ്മൾ ഹോട്ടലിൽ പോവാവും. ഇനി അഥവാ പോയാൽ തന്നെ അവിടെ ദൂർത്തടിക്കുന്ന വിധത്തിൽ ഭക്ഷണം കഴിക്കരുത്. പട്ടിണി കിടക്കുന്ന ഒരുപാട് ആള് ലോകത്ത് വേറെ ഉണ്ട്. നമുക്ക് 1 റുപ്യ സദക്ക ചെയ്യാൻ വേണ്ടി നമ്മൾ ഉണ്ടാക്കി വെച്ചാലോ അത് നമുക്ക് ആഖിറത്തിലേക്ക് സമ്പാദ്യ. സദക്ക ചെയ്യാൻ വേണ്ടി ഉണ്ടാക്കി വെച്ചാൽ ആഖിറത്തിലേക്ക് സമ്പാദ്യ. അപ്പൊ നമ്മൾ എപ്പോഴും ഇതെല്ലാവർക്കും ബാധക. ചെലവഴിക്കുന്നിടത്ത് മിതത്വം, നടന്നു പോകാൻ പറ്റുന്ന സ്ഥലത്ത് നടന്നു പോകണം. ഇനിയോ സൈക്കിള്
അറിയാവുന്ന ആളുകൾ സൈക്കിൾമ പോന്ന് 5 പൈസ ചിലവില്ല, ചവിട്ടിയാൽ മാത്രം മതി. ആ സൈക്കിളാണ് ഞാൻ പറഞ്ഞ്. അത്തരം സൈക്കിൾമേൽ ഞാൻ 6-7 കിലോമീറ്ററൊക്കെ ചവിട്ടിയിട്ട് ഓതാൻ പോയിട്ടുണ്ട്. എന്തേ, 5 പൈസ ചിലവില്ല, ഈ സൈക്കിളിൻ്റെ പൈസ മാത്രമേ ചിലവാവുള്ളൂ. അങ്ങനെയും പോയിട്ടുണ്ട്. ഇപ്പം ഞാൻ പറഞ്ഞത് നമ്മുടെ ചിലവ് ചുരുക്കണം. ഇനി അത്യാവശ്യമാണെങ്കിൽ ബസ് പോകണം. ബസ്സിൽ പോകാൻ പറ്റാത്തൊരു ചുറ്റുപാടുണ്ട് നിൽക്കുക, എന്നാൽ ഓട്ടോറിക്ഷ പോകാൻ നോക്കണം. അത്യാവശ്യത്തിനെ നമ്മൾ ടൂറിസ്റ്റ് വണ്ടി കൂട്ടാവൂ. അങ്ങനെ ആവശ്യത്തിനുള്ള ചെലവഴിക്കലായാൽ നമുക്ക് എപ്പോഴും അള്ളാഹു ഐശ്വര്യം തരും. നമ്മൾ സൂക്ഷിക്കുന്നുണ്ടെന്ന് അള്ളാഹുവിനെ അറിയും. അപ്പൊ ചെലവഴിക്കുന്ന സ്ഥലത്ത് എപ്പോഴും ഐശ്വര്യത്തോടെ സൂക്ഷിച്ച് ചെലവഴിച്ചാൽ അവൻ എപ്പോഴും ഐശ്വര്യം ഉണ്ടാവും. വേറൊരുത്തൻ്റെ മുമ്പിൽ അവൻ്റെ അഭിമാനം പണയം വെക്കേണ്ടി വരൂല. എപ്പോഴും നല്ല ഐശ്വര്യത്തിൽ ജീവിക്കാൻ സാധിക്കും. അള്ളാഹു സുബ്ഹാനഹു വ തആല നല്ല ചിട്ടയോടുള്ള ജീവിതത്തിന് നമുക്ക് എല്ലാവർക്കും അള്ളാഹു തആല തൗഫീഖ് നൽകുമാറാകട്ടെ.